ഒരു 80-85 വർഷത്തോളം പഴക്കം ചെന്നിട്ടുള്ള ഒരു റൂട്ട് സ്റ്റോക്ക് ആണിത്. ഓ. നമ്മളെ കയ്യിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഒരു പ്ലാന്റ് ആണ്. ഏറ്റവും പഴക്കം ചെന്നൊരു പ്ലാന്റ് അവിടെ ഇരിക്കുന്നതില്. ഇരിക്കടയില് ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പേരെന്താ വരുന്നത്? ഇതില് ബ്രസ പീച്ച് ചെയ്തിട്ടുണ്ട്, ബ്രസ പിങ്ക്, ബ്രസ മജന്ത, ബ്രസ റെഡ്, അങ്ങനെ 4 കളേഴ്സിലാണ് ഈ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. 4 കളേഴ്സിൽ 4 വരുന്നതാ. കളേഴ്സില് ആണ്. അപ്പൊ ഇനി ഈ പച്ച ലീഫൊക്കെ പോയിട്ട് നല്ല കളർ ഇല്ലേ, എല്ലാം ഫ്ലവർ ആയിട്ട് വരില്ലേ? ലീഫ് കാണാതെ ഫ്ലവർ ചെയ്യും ഇത്. ലീഫ് കാണാത്ത രീതിയിൽ ഫ്ലവർ ആയിട്ട് വരും. നല്ല തിക്കായിട്ട് ഇപ്പൊ ഈ ഭാഗത്ത് കണ്ടില്ലേ, നല്ല ഫ്ലവർ ചെയ്യും. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ 4 കളേഴ്സും കൂടി ഇതിൽ ഒരുമിച്ച് വരുമ്പോഴുള്ള ഭംഗി അത് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. കണ്ടോ ഇതിന്റെ ഈ സൈഡ് ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ബോഗൻവില്ലയുടെ നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഹോം ഗാർഡൻ ഞാൻ എത്തിയുള്ളത്. റൂബി ഹോം ഗാർഡൻ കേട്ടോ. മലപ്പുറം ജില്ലയിൽ നമ്മുടെ ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിൽ തൊട്ടടുത്തായിട്ട് വരും ഈ ഗാർഡൻ. ഇത് കണ്ടോ, ബോഗൻവില്ലകൾ നമുക്ക് കണ്ണ് നിറയെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ബോഗൻവില്ലാസുകൾ ഈ ഒരു ഹോം ഗാർഡനിൽ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ. ഇതിപ്പോ ബട്ടർ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ. ഇതിന്റെ ഒരു ഭംഗി കണ്ടോ, നിറയെ ഫ്ലവർ വന്നിട്ടുള്ള ഒരു ഒരു ബോഗൻവില്ലാണിത്. വലിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബോഗൻവില്ലാസുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല കളക്ഷൻ ഉണ്ട്. ഇതൊരു പീച്ച് കണ്ടോ, നല്ലൊരു ഭംഗിയുണ്ട് ഇത്. ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്ന കളേഴ്സൊക്കെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു വെറൈറ്റി കളേഴ്സ് ആണിത്. ഇത് വെരിഗേറ്റഡ് ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കളേഴ്സ് കാണുന്നുണ്ട്. നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു ബുഷായി നിൽക്കുന്ന ഒരു ഇത് കണ്ടോ, ഇത് സെയിലിനുള്ളതല്ല കേട്ടോ, പ്രത്യേകം പറയണം, ആരും ചോദിക്കരുത്. ഇത് കൊടുക്കൂല ഇവിടുന്ന്. ഇതിന്റെ ചെറിയ തൈകൾ നമ്മുടെ അടുത്തുണ്ട്. ഇവിടേക്കൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി ഫ്ലവറിൽ വന്നിട്ടുള്ള നല്ല ബോഗൻവില്ലാസുകളാണ്. ചെറുതും വലുതും ഒക്കെ കേട്ടോ. ഇനി നിങ്ങളെ ഇഷ്ടത്തിനുള്ളതാണെങ്കിൽ അങ്ങനെ ഇവിടെ ചെയ്തു തരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ്, ഇവിടെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയും അതിൻ്റെതായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റെങ്ങും കാണാത്ത രീതിയിൽ വേറെ പുറത്തുനിന്നും കൊണ്ടുവരുന്ന ബോഗൻവില്ലാസുകളല്ല, ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, അങ്ങോട്ടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. വേറൊരു പീച്ചാണ് ഈ കാണുന്നത് കണ്ടോ, നല്ല രസമുള്ള ഒരു പീച്ചാണ് കാണുന്നത്. പിന്നെ ചെറുതുണ്ട്, ചെറുതും വലുതും ഏത് സൈസിലും ഇവിടെ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു തടിയിൽ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടില്ല, അതിന്റെ കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു മൾട്ടിയാണ് തോന്നുന്നുണ്ട്. അതിൽ റെഡ് വരുന്നുണ്ട്, ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്. അങ്ങനെ പല കളേഴ്സിലായിട്ട് വരുന്നതാണ്. ഇത് ശരിക്കും ഇങ്ങനെ ഫ്ലവർ മൊത്തം വരുമ്പോൾ തിങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഭംഗി ശരിക്കും എടുത്ത് കാണിക്കല്. ബോഗൻവില്ലയിൽ പേര് കേട്ടിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബ്രസ റെഡ്. ബ്രസ റെഡിൽ കണ്ടോ, നല്ലൊരു ബോഗൻവില്ല കേട്ടോ. അതിന്റെ റൂട്ട് സ്റ്റോക്ക് കണ്ടോ, അതാണ് എടുത്ത് പറയേണ്ടത് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല റൂട്ട് സ്റ്റോക്കിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രസ റെഡ് കേട്ടോ. മൊത്തത്തിൽ ഫ്ലവർ വരുമ്പോൾ ഒരു ഭംഗി എന്താ നമുക്ക് അത് വിരിഞ്ഞ് നിൽക്കുമ്പോഴേ കാണുള്ളൂ. അത്രയും നല്ല സെറ്റപ്പിൽ നല്ലൊരു പോട്ടിൽ തന്നെ വെച്ചിട്ടുള്ള അടിപൊളി ബ്രസ റെഡ്. ഇത് ഏത് വെറൈറ്റിയാ? ഇത് പിങ്ക് പാച്ച് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പിങ്ക് പാച്ച്. പിങ്ക് പാച്ച് നല്ലൊരു പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ്. വെരിഗേറ്റഡ് ലീഫില് നല്ലൊരു ഹാങ്ങിങ് ടൈപ്പ് പ്ലാന്റ് ആണ്. ഇത് ഇനി ഒന്നും കൂടി പിങ്ക് കളറായിട്ട് വരും. നല്ല കുറച്ചും കൂടി പിങ്കിഷ് കളറിൽ വരും. നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ലീഫാണ്. വെരിഗേറ്റഡ് ലീഫിൽ പുതിയ വെറൈറ്റി ആണ്. നന്നായിട്ട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. ഭംഗിയുള്ള ഒരു റൂട്ട് സ്റ്റോക്കിൽ ചെയ്തിട്ടുള്ള ബോൺസായി ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിന്റെ സൈസ് എത്രയാണ് ഈ പോട്ടിന്റെ? ഇത് 25 ഇഞ്ചിൽ വരുന്ന 25. നല്ലൊരു ബോഗൻവില്ലയാണ്. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇതോ? ഇത് ബ്രസന്റെ തന്നെ പുതിയൊരു വെറൈറ്റി ആണ്. ബ്രസ മിനിയേച്ചർ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് ആണെങ്കിൽ അതിനേക്കാളും ബെറ്റർ അല്ലേ? ഒന്നിനും മെച്ചാണ് ഇവിടെ. ഓരോ വെറൈറ്റി റൂട്ട് സ്റ്റോക്കുകളാണ്. അതെ. ഈ പോട്ട് 25 തന്നെയായിരുന്നു. 25 തന്നെയാണ്. നല്ലൊരു ഭംഗിയുള്ള, നല്ല ഭംഗിയുള്ള, നല്ല പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇവിടെ ഇനി ഫ്ലവർ വരില്ല, മൊത്തം ഫ്ലവർ വരും. അപ്പൊ ഒന്നും കൂടി ഭംഗിയായിരിക്കും. നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ മേൽഭാഗത്തൊക്കെ നിറയെ തിക്കായിട്ട് ഫ്ലവർ ആണ്. അതെ, ഇവിടെയൊക്കെ നല്ല നല്ല തിക്കായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി ഇവിടേക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് ഏത് വെറൈറ്റിയാ? ഇത് ഹവായ് പിങ്ക് പറഞ്ഞ വെറൈറ്റിയാണ്. ഹവായ് പിങ്ക്. നല്ല ഭംഗിയാണ് കാണാൻ. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇവിടേക്ക് നോക്കണേ ഒരുപാട് വെറൈറ്റി വരണ്ട്. ഇത് ഏതാ? ഇത് ബട്ടർ കപ്പിന്റെ ഗോൾഡൻ ബട്ടർ കപ്പ് പറഞ്ഞ പ്ലാന്റ് ആണ്. ഗോൾഡൻ ആയിട്ട് വരിക? ഗോൾഡൻ ലീഫിലാണ് വരിക. പുതിയ വെറൈറ്റിയാണ്. ഇത് തിമ്മന്റെ തന്നെ മൾട്ടിഗ്രാഫ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 4 കളേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. തിമ്മ റെഡ്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ 4 കളേഴ്സിൽ വരുന്ന. റെഡ്, യെല്ലോ, ഓറഞ്ച്, വൈറ്റ്, പിങ്ക്, പീച്ച് എല്ലാ കളേഴ്സും വരുന്നുണ്ട്. തിമ്മല് ഡബിൾ ഷെയ്ഡ് ആണ് വരല്. ഇപ്പൊ പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടാണ് ഫ്ലവർ വരിക. യെല്ലോയും വൈറ്റും. റെഡ് മാത്രം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന പ്ലാന്റുകളാണ്. എടുത്തു പറയേണ്ട ഒരു പ്ലാന്റ് ആട്ടത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതില് വൈറ്റും പിങ്കും കൂടി മിക്സ് ആയിട്ടാണ് വരാറുള്ളത്. ഇവിടൊക്കെ വൈറ്റും മിക്സും പിങ്ക് ആയിട്ട്
ഒരു ഇങ്ങനെ പിങ്കും വരാറ് വൈറ്റ് അല്ലേ? മിക്സ് ആയിട്ട് വരും. ടിമ്മന്റെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ടിമ്മന്റെ യെല്ലോ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, പിങ്ക്, പീച്ച്, അങ്ങനെ 4 ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത്. 4 വെറൈറ്റി കളർ വരും അല്ലേ ഇതില്? 4 ഇതില് അപ്പൊ ഇത് വരുന്നത്. ഒന്നും കൂടി നല്ല കളേഴ്സ് ആയിട്ട് വരുമ്പോ നല്ല ഭംഗിയുണ്ടാവും. നല്ല ഭംഗി വരും. 25 ഇഞ്ചിന്റെ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. നല്ല വലിയ റൂട്ട് സ്റ്റോക്കുമല്ലാണ് ചെയ്തിട്ടുള്ളത്. അധികം സ്റ്റോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു വീട്ടിലേക്ക് ഒരു പ്ലാന്റ് മതി. ക്രൈം ബ്യൂട്ടി പറഞ്ഞൊരു വെറൈറ്റി ആണ്. ക്രൈം ബ്യൂട്ടി ക്രൈം ബ്യൂട്ടി ശരിക്കും ഒരു ബ്യൂട്ടി തന്നെയാണ് കേട്ടത്. ബ്യൂട്ടി ഒരു 7 ഇഞ്ച് ഹൈറ്റിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതെ അതെ 7 ഇഞ്ചോളം ഹൈറ്റ് വരുന്ന മേലേക്ക് നല്ല ഫ്ലവർ വന്നിട്ടുള്ള ഇത് വെരിഗേറ്റഡ് ലീഫ് ആണല്ലോ അല്ലേ? വെരിഗേറ്റഡ് ലീഫാണ്. ആ ആ നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതെ പോട്ട് എത്ര സൈസ് വരുന്നത്? ഒരു 25 ഇഞ്ചില് വരുന്ന പോട്ടാണ്. അടിപൊളി റൂട്ട് സ്റ്റോക്ക് അല്ലേ? നല്ല ഭംഗിയില് നല്ല ഭംഗിയിൽ കരുത്തുള്ള റൂട്ട് സ്റ്റോക്ക് ആട്ടത്. അധികം റിസോർട്ടൊക്കെ ഹൗസ് വാമിങ്ങിനൊക്കെയാണ് അധികമായിട്ട് കൊണ്ടുപോകാറുള്ളത്. ഓക്കെ ഫ്രണ്ടിലൊക്കെ വെക്കുമ്പോൾ അടിപൊളി ഒന്നും പറയണ്ട കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും ഇത്. കാരണം മേലേക്ക് വെരിഗേറ്റഡ് ലീഫുമലാണ് ഇങ്ങനെ. ഇത് ഒറ്റ കളറേ വരുള്ളൂ? ഒറ്റ കളറ് ഒറ്റ കളറേ ഉണ്ടാവുള്ളൂ. ഒറ്റ കളറായിട്ട് ചെയ്തിട്ടുള്ള. ഇതിൽ തന്നെ നമുക്ക് മൾട്ടി കളർ ചെയ്യാൻ പറ്റുമോ? ഓ ചെയ്യാം. ഇത് 5 കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഹവായി ആണ് കൂടുതലായിട്ട് വരുന്നത്. ഹവായി വൈറ്റ്, പിങ്ക്, പർപ്പിള്, ബ്രസ റെഡ് വെരിഗേറ്റഡ്, സിൽവർ മൂൺലൈറ്റ്, അങ്ങനെ 5 കളേഴ്സിലാണ് ഈ പ്ലാന്റ് വരുന്നത്. നല്ല വലിയ റൂട്ട് സ്റ്റോക്കുമ്പോൾ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. റൂട്ട് സ്റ്റോക്ക് നല്ലൊരു ഭംഗിയാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയില് നന്നായിട്ട് ഫ്ലവർ ചെയ്യണോണ്ട്. നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ബുഷായിട്ട് അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ 5 മൾട്ടി കളർ ആയിട്ട് വരുന്ന അല്ലേ? 5 കളേഴ്സിൽ വരുന്നതാണ്. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. ഒറ്റ പീസ് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സൂപ്പർ ബോഗൻവില്ല. അപ്പൊ ഇതൊക്കെ നമ്മളടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഏത് വെറൈറ്റി? നല്ല ഭംഗി ഉണ്ടത്. ഇത് ഗോൾഡൻ പെട്രോ പാമ്പിന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല യെല്ലോയിഷ് കളറിലാണ് ലീഫ് വരിക. വെയിൽ തട്ടുന്നതിനനുസരിച്ച് നല്ല യെല്ലോ കളറിൽ വരും. ഈ കളറൊക്കെ നല്ല യെല്ലോ കളർ. ലീഫ് മാത്രം ലീഫ് നല്ല യെല്ലോ കളറിലായിരിക്കും. ഫ്ലവർ ഇങ്ങനെ തന്നെ വരിക. ഫ്ലവർ ഈ കളറിൽ വരിക. കുറച്ചും കൂടി ഡാർക്ക് കളേഴ്സിൽ വരും. ഈ ഒരു കളേഴ്സിൽ ഇങ്ങനെ വരും. കുറച്ച് ഡാർക്ക് കളേഴ്സിലായിരിക്കും വരിക. നല്ലൊരു വെറൈറ്റി ആയിട്ട്. നല്ല എൻക്വയറി ഉള്ളൊരു പ്ലാന്റ് ആണ്. ഇത് ബ്രസ റെഡ് വെരിഗേറ്റഡ് പുതിയ വെറൈറ്റിയാണ്. നല്ല വെരിഗേറ്റഡ് ലീഫിൽ റെഡ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ സെയിലിനായിട്ടുള്ള സെക്കൂറിന്റെ ഒക്കെ തൈകളാണിത്. ഈ കാണുന്നത് സെക്കുറ ബെല്ലാക്കന്. ഇത് സ്പ്ലാഷ് വെരിഗേറ്റഡ്, അഡാസ്റ്റോയി, പിന്നെ ഗെയ്ഷ, അതിൻ്റെ ഒക്കെ തൈകളാണ്. റെയിൻബോ വെരിഗേറ്റഡ്, ഗെയ്ഷ, ഇതിൻ്റെ ഒക്കെ തൈകളാണ് സെയിലിനായിട്ടുള്ള. സെയിലിനായിട്ടുള്ള തൈകളാണ്. ബ്രസ പീച്ച്. ബ്രസ പീച്ചിന്റെ മദർ പ്ലാന്റുകളാണ്. ഒക്കെ മദർ പ്ലാന്റുകളാണ്. സെയിലിനായിട്ടുള്ള മദർ പ്ലാന്റുകളാണ്. ഇതൊക്കെ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളതാട്ടോ. ബ്രസ പീച്ച് ആണ്. ഇത് ഇവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഇത് ബ്രസ റെഡ് വെരിഗേറ്റഡ്. ഇത് ഡ്രാഗൺ ഫ്ലെയിം, മിലോബാത്തിക്. ഇത് മിലോബാത്തിക്. ഗോൾഡൻ കാണുന്നതാ? ഇത് മിലോബാത്തിക്. ഗോൾഡൻ സമ്മർ പർപ്പിളും വൈറ്റും കൂടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഇത് ഹവായിന്റെ തന്നെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഹവായി വൈറ്റ്, പിങ്ക്, പർപ്പിൾ ഒക്കെ കൂടി 3 കളേഴ്സ്. ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് ആണ് ഭംഗി വരുന്നത്. വേറൊരു ഷേപ്പിൽ വരുന്നൊരു. എന്തായാലും വീട്ടിലൊക്കെ കൊണ്ടുവച്ച് നല്ല ഭംഗി. അധികം റിസോർട്ട് ഹൗസ് വാമിങ്ങിനൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇത് ബട്ടർ കപ്പ് മാത്രമായിട്ട് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല വലിയൊരു റൂട്ട് സ്റ്റോക്കുമല്ലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 10-12 ഗ്രാഫ്റ്റ് അതുമ്മ തന്നെ വരുന്നുണ്ട്. നല്ല വലിയ പോട്ടുമാണ് വരുന്നത്. ഇത് ബ്രസ പീച്ച് റെഡ് രണ്ടും കൂടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതും കുഴപ്പമില്ലാത്ത കളേഴ്സ് തന്നെയാണ്. 2 കളേഴ്സ് ആണ്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ് ബ്രസന്റെ വെറൈറ്റി വരുന്നത്. ഈ 2 കളേഴ്സ് അല്ലേ? പീച്ചും റെഡും. ഇത് ചുനി ഗോസാമി പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ലൊരു കളറാണ്. നല്ലൊരു പിങ്ക് കളറിൽ. ഒരു കളറേ ഉള്ളൂ. ഇത് 4 കളറ് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. അത് ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഫയറോപ്പാള്, ഫ്ലെയിം വൈറ്റ്, അങ്ങനെ 4 കളേഴ്സിൽ വരണേ. അപ്പൊ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 4 കൂടി വരുമ്പോ നല്ല ഭംഗിയുണ്ട്. അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് ആണെങ്കിലും അടിപൊളിയാണ് അല്ലേ? നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബ്രസ പർപ്പിൾ പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് ക്രിസ്റ്റീനന്റെ
ക്രിസ്റ്റീന പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് കളർ നല്ല നല്ല ഭംഗിയുണ്ടല്ലേ? ഭംഗിയുള്ള ഒരു കളറാണ്. നല്ലൊരു ഭംഗി. ഇത് വാട്ടർ മെലോൺ കിസ്സും വാട്ടർ മെലോൺ യെല്ലോയും കൂടി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത്. ഇത് പിങ്ക് പാച്ച എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളൊരു ഫ്ലവറാണ്. ഇതുപോലെ ഈ കളർ ആയിട്ട് വരും. ആ പിങ്ക് പാച്ച 2 ടൈപ്പിൽ വരുന്നുണ്ട്. ആ. ഒറിജിനലും ഡ്യൂപ്ലി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുണ്ടോ അല്ലേ? 2 ടൈപ്പ്. ഇത് ശരിക്കും ഒറിജിനൽ അല്ലേ? ഇത് ഒറിജിനൽ ആണ്. ഇതിന്റെ തന്നെ 2 ടൈപ്പ് നമ്മളെ കയ്യിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്യുന്നതല്ലേ? ഒക്കെ നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യണതാണ്. പുറത്തുനിന്ന് കൊണ്ടുവരുന്നല്ല? അല്ല, റൂട്ട് സ്റ്റോക്ക് പുറത്തുനിന്ന് കളക്ട് ചെയ്ത് അത് 1 വർഷത്തോളം നമ്മൾ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇത് ചില്ലി യെല്ലോ മാത്രം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഒരു ഫ്ലെയിം റെഡ് മാത്രമാണ്. ഇതൊക്കെ കുറച്ച് വൈകിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ്. ഫ്ലവറിങ് ലേറ്റ് ആയത്, സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. ഇത് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. ഇതിൽ വന്നിട്ടുണ്ടല്ലേ? ചില്ലി യെല്ലോ. ഓക്കെ. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിൽ എത്ര കളേഴ്സാ? 3 കളർ. 3 കളർ. ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഫയർ ഓപ്പാള്. ഇതും അതേമാതിരി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഫ്ലെയിം റെഡ്, റൂബി റെഡും ഫയർ ഓപ്പാളും ആയിട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് ബട്ടർ കപ്പിന്റെ ഒരു പ്ലാന്റ് ആണ്. കയാട്ട മജന്ത പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി ആണത്. ഇത് സക്കുറ ബല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം ആൾക്കാരെ എൻക്വയറി ചെയ്യുന്ന നല്ല ഭംഗിയുള്ള, കാരണം ചെറിയ വെരിഗേറ്റഡ് ലീഫൊക്കെ ആയിട്ട് നല്ല ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇത് റെയിൻബോ വെരിഗേറ്റഡ് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ വരുന്നത്. റെയിൻബോ വെരിഗേറ്റഡ്. ഇതിലിപ്പോ എങ്ങനെ കളർ വരുന്നത്? ഈ ഒറ്റ കളർ തന്നെയാണ് വരുന്നത്. അതൊരു മിക്സ്ഡ് ടൈപ്പ് ആണ്. ഇത് റെയിൻബോ വെരിഗേറ്റഡ് പറഞ്ഞ വെറൈറ്റി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഒരു 5-8 ഗ്രാഫ്റ്റ് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ കളേഴ്സിനാണ് പ്രത്യേകത. ഒരു റെയിൻബോ ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് ആണ്. അത് മാറി ഇങ്ങനെ വരും. നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയാണ് കാണാന്. ഇത് വാട്ടർ മെലോൺ വെരിഗേറ്റഡ് പറഞ്ഞ പ്ലാന്റ് ആണ്. പുതിയ വെറൈറ്റി ആണ്. പുതിയ വെറൈറ്റി ആണ്. ഇതിന്റെ സ്റ്റോക്ക് നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ഇമാസ്പർക്ക് പറഞ്ഞ വെറൈറ്റി ആണ്. നല്ലൊരു പീച്ച് കളറിൽ വരുന്നൊരു ഫ്ലവർ ആണ്. ഓവർ ഉദിപ്പില്ലാതെ ഡാർക്ക് ഷെയ്ഡ് അല്ല, ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് ആണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഈ കളർ ഒന്നും കൂടി ഒരുപാട് വരുമ്പോ നല്ല ഭംഗി, ഡാർക്ക്നെസ് വരും. ഇപ്പൊ കുറച്ച് ഫെയ്ഡ് ആയി തുടങ്ങിയതാണ്. ഫ്ലവർ തിക്ക് ആയിട്ട് വരും. അപ്പൊ ഒന്നുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. ഇത് കാമിലിയ ഐസ് പിങ്ക് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഒരു ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന പ്ലാന്റ് ആണ്. അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണിത്. കാമിലിയ റെഡ് തന്നെ ഫ്ലൈമിന്റെ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഫ്ലെയിം റെഡും റൂബി റെഡും മാത്രമായിട്ട് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് സക്കുറ മാത്രം ചെയ്തിട്ടുള്ള, തടിമ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. സക്കുറ ബല്ലാക്ക മാത്രമായിട്ട് വരുന്ന പ്ലാന്റ് ആണ്. ഇത് മഹാറാണി മാത്രം ചെയ്തിട്ടുള്ള, മഹാറാണി മാത്രം. ഇതാണ് മഹാറാണിന്റെ കളേഴ്സ് വരിക. വൈറ്റും ഒരു ഓറഞ്ച് ഷെയ്ഡും ആയിട്ട് അങ്ങനെ വരും. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ഇതുപോലുള്ള നല്ല ബോഗൻ വില്ലാസ് ഒക്കെ വേണമെങ്കിൽ ഈ വീഡിയോയിൽ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ തന്നെ വെച്ച് ചെയ്യുന്ന കാരണം കുറച്ചും കൂടി വില കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല ഹോം ഗാർഡൻ ആണിത്. ലൊക്കേഷൻ ഒരിക്കൽ കൂടി ഞാൻ പറയാം. മലപ്പുറം ജില്ലയിൽ മുണ്ടുംപുറമാണ്. ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയിൽ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.